അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ടുപാടിയ ട്രോഫി. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഈ കിച്ചുവിനെ ഈ കൊച്ചു പയ്യൻ ഓരോ കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നതിനിടയിൽ അച്ഛന്റെ അമ്മയുടെയും ട്രോഫി എടുത്ത് കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കണം നന്ദു. അല്ലേ വേണ്ട, അവൻ വാ തുറന്ന കള്ളമേ പറയാം. ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ടുപാടിയ ട്രോഫി. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആയിപ്പോണതാ മോളെ, ഒന്നും മനഃപൂർവ്വം ചെയ്യണതല്ല. അമ്മയ്ക്ക് കിട്ടിയ ട്രോഫിയെ പറ്റിയും കൂടെ അറിയണമല്ലോ അതെവിടെ ഇരിക്കുന്നതെന്ന്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. അതെ, എന്റെ അമ്മേന്റെ ട്രോഫി മാത്രം. 1 2 3 4 5. ഓഹോ. ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന എല്ലാരും കാണുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ടേബിൾ പോലുള്ള സാധനത്തിന്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു രണാസുനിക്ക് കിട്ടിയ ട്രോഫികൾ. അച്ഛന് കിട്ടിയ ട്രോഫി കട്ടിലിന്റെ അടിയിൽ. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലാന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഏറ്റവും ആളുകളെ വെറുപ്പിച്ച കോണ്ടന്റ് ക്രിയേറ്ററിനുള്ള അവാർഡുകളായിരിക്കണം അവിടെ ഇരിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങയുടെ കഴിവ് കൊണ്ട് കയറി വന്ന് അങ്ങേർക്ക് കിട്ടിയ പുരസ്കാരം, ആ പുരസ്കാരങ്ങൾ എടുത്ത് കട്ടിന്റെ അടിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നതിനായിരിക്കും തുല്യം. എല്ലാം കണ്ടല്ലോ നീ, ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? എടോ, ഞാൻ അറിഞ്ഞു ഇതൊക്കെയാണ് ഏർപ്പാടെന്ന്. വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അത് ഏട്ടനുള്ളതാണ്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനുണ്ട്. സുധിച്ചേട്ടൻ കട്ടിലിന്റെ അടിയിലുണ്ട്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എങ്ങനെ അളിനതൊന്നുകൂടി പറഞ്ഞേ. വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അത് ഏട്ടനുള്ളതാണ്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനുണ്ട്. ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മ പതർന്നൂട്ടിയേ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഷുവറായില്ലേ? ഓള് പോക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. 1 മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതെല്ലാം ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. കറക്റ്റാണല്ലേ? എന്റെ അവാർഡെല്ലാം ഞാൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചേണ്ട അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ നിന്നാണ് വന്നത് വാർത്ത. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും വ്ളോഗിൽ കണ്ടതാ, കിച്ചുവിന്റെ വ്ളോഗില് നല്ല അടിപൊളിയായിട്ട് വെട്ടിപ്പായിട്ട് കണ്ടതാ. കട്ടിന്റെ അടിയിൽ സുധിച്ചേട്ടനും മേശപ്പുറത്ത് രേണു സുധി. കൊള്ളാം, നല്ലതാ. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക. രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.